ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ സന്തോഷവും സമാധാനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരികമായിട്ട് വല്ലാത്ത ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ. കേരളം എല്ലാറ്റിലും മുന്നിലാണ്, എല്ലാറ്റിലും വളരെ മുന്നിലാണ് എന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ വല്യമ്മമാര് ഇപ്പോ കമ്പ്യൂട്ടറിന്റെ മൗസ് പിടിച്ച് ഇരിക്കുന്ന ചിത്രമൊക്കെ പത്രത്തിൽ നമ്മൾ കാണുന്നു, നമ്മൾ സന്തോഷിക്കുന്നു. അതുകൊണ്ട് കേരളം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. കേരളത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ കേരളം ആത്മഹത്യയിലും മുന്നിലാണ്. ജീവിതത്തിന് ലക്ഷ്യമില്ലാത്ത എന്തിനാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനാണ് എന്നറിയാത്ത ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. മനുഷ്യൻ എന്നുള്ള നിലക്ക് സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിച്ചു പോകാൻ കഴിയാത്ത ഒരു കാലം. നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ തലകുത്തി നിൽക്കുന്ന ഒരു കാലം. നമ്മുടെ കുട്ടികളോട് മൂല്യത്തെ കുറിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു കാലം. ഗർഭപാത്രത്തിന്റെ ഉടമയോട്, സ്വന്തം ഉമ്മയോട്, അമ്മയോട് മകൻ പറഞ്ഞത്രേ ഒരിക്കൽ, ഭർത്താവ് ഗൾഫിലാണ്, അച്ഛൻ ഗൾഫിലാണ്, എന്താണ് അമ്മേ നമ്മൾക്ക് തടസ്സം എന്ന്. ഒരു കേരളത്തിലെ സാംസ്കാരിക കേരളത്തിലെ ഒരു മലയാളം വാരിക നടത്തിയ സർവേയിൽ ഒരു അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞതാണ് ഇക്കാര്യം. എന്താണ് അമ്മയെ നമ്മൾക്ക് തടസ്സം എന്ന് സ്വന്തം അമ്മയോട്, ഗർഭപാത്രത്തിന്റെ ഉടമയോട്, നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മയോട് ഒരു മകൻ പറയുമ്പോൾ നമ്മൾ വേവലാതിയോടുകൂടി നോക്കുന്നു, എവിടേക്കാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കറിയാം, ഹിമാലയ ചിട്ടി കമ്പനിയുടെ ആ പ്രശ്നം വന്നപ്പോ ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, ഒരു സാജുവിനെ. ആ സാജുവിന് നമ്മുടെ സമൂഹം ചാർത്തിക്കൊടുത്ത ഒരു പേരുണ്ട്, മൃഗം സാജു എന്ന്. നമ്മളെപ്പോലെ രണ്ടു കാലിൽ നടന്നിട്ട്, നമ്മളെപ്പോലെ ചിന്തിച്ചിട്ട്, ഒരു വീട്ടിൽ നിന്ന് ഒരമ്മയുടെ താരാട്ട് കേട്ട് വളർന്നിട്ട്, ഒരച്ഛന്റെ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി വളർന്നിട്ട് എങ്ങനെയാണ് പിന്നീട് ഈ മനുഷ്യൻ മൃഗമായിട്ട് മാറിയത് നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സമൂഹം നമ്മൾക്ക് തരുന്നതും നമ്മൾ സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതും വല്ലാത്ത വൈരുദ്ധ്യങ്ങളാകുമ്പോൾ ഇങ്ങനെ ഒരുപാട് മൃഗം സാജുമാർ ഉണ്ടാകുന്നു എന്ന സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം, എന്താണ് ഇതിനുള്ള കാരണം എന്ന് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂരേക്കൊന്നും പോകേണ്ടി വരുന്നില്ല. അടിവേരുകൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക്. അറബിയിൽ വീടിന് മസ്കൻ എന്ന് പറയാറുണ്ട്. നമ്മുടെ ജീവിതം എത്ര പേർക്ക് മസ്കനാക്കി തീർക്കാൻ കഴിയുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും കിട്ടുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ശാന്തിയും സമാധാനവും കിട്ടുന്ന സ്ഥലമാകണം നമ്മുടെ വീടുകൾ. നല്ല കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ പൊടിപൊടിച്ചിട്ട് അവിടെ നല്ല സുന്ദരമായ കടഞ്ഞെടുത്ത ജനലും വാതിലും വെച്ചിട്ട് ഗേറ്റിൽ മസ്കൻ എന്ന് എഴുതി വെച്ചാൽ അവിടുന്ന് കിട്ടുന്നതല്ല ജീവിതത്തിന്റെ ശാന്തിയും സമാധാനവും എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം മസ്കനായി തീരുന്നത് എന്ന് നമ്മൾ അറിയണം. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കോ അതേപോലെ തന്നെ ലക്ഷങ്ങൾ വില വരുന്ന ഫർണിച്ചറുകൾക്കോ ജീവിതത്തെ മസ്കനാക്കി തീർക്കാൻ കഴിയില്ല. അതിനുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനക്കമുള്ള ജീവനുള്ള ജീവിതത്തെ സംഗീതം പോലെ ആക്കി മാറ്റാൻ കഴിയുന്ന നമ്മളാണ് ജീവിതത്തെ മസ്കനാക്കി തീർക്കേണ്ടത്. വീടിന്റെ ഗേറ്റിന് മുമ്പിൽ മസ്കൻ എന്ന് എഴുതി വെച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അത് മസ്കനായി മാറുന്നില്ല. നമ്മൾക്ക് ജീവിതത്തെ ഒരു സംഗീതം പോലെയാക്കി മാറ്റാൻ കഴിയേണ്ടതുണ്ട്. പരസ്പരം കൊടുത്തും പരസ്പരം അംഗീകരിച്ചും പരസ്പരം സ്നേഹിച്ചും അതേപോലെ തന്നെ ബഹുമാനിച്ചുമുള്ള ഒരു ജീവിതം, പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അവിടെ നിന്ന് നല്ല കുട്ടികളുണ്ടാകും, നല്ല ഇണകളുണ്ടാകും, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങും. അപ്പൊ സമൂഹത്തിൽ നിന്ന് മൃഗം സാജുമാര് അവർക്ക് നിലനിൽപ്പില്ലാതെ ഓടിയെടുത്ത് ഒളിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് സമൂഹത്തിന്റെ നല്ല നല്ല കണ്ണികൾ ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അവിടെ നമ്മളാണ് ആദ്യമായിട്ട് മാറേണ്ടത്. നമ്മുടെ വീടുകളെ, നമ്മുടെ ജീവിതത്തെ മസ്കനാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കുടുംബജീവിതം നമ്മൾ പലപ്പോഴും ആലോചിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ആണുങ്ങൾ കുറവാണ്. നമ്മൾക്ക് നമ്മുടെ കാര്യം നമ്മൾക്ക് തന്നെ പറയാം.
അതായത് എല്ലാ മതങ്ങൾ എടുത്തു നോക്കിയാലും പ്രകൃതിയിലെ ജീവജാലങ്ങളെ മുഴുവനും എടുത്തു നോക്കിയാലും സന്ധ്യാസമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഗ്‌രിബിന്റെ സമയം, അവിടെ നമ്മൾക്ക് മഗ്‌രിബ് നമസ്കാരം നിർവഹിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നു. മറ്റുള്ള മതസ്ഥരാണെങ്കിൽ നാമം ജപിക്കുന്നു. അതേപോലെ തന്നെ പക്ഷികളാണെങ്കിൽ അവയുടെ കൂട്ടിലേക്ക് ചേക്കേറുന്നു. എല്ലാ പക്ഷി മൃഗാദികളൊക്കെ അതിന്റെ താവളങ്ങളിലേക്ക് പോകുന്ന ഒരു സമയം, ഒരു അടക്കവും ഒതുക്കവും ശാന്തതയുമുള്ള ഒരു സമയം. ഈ സമയത്ത് നമ്മുടെ മുസ്ലിം വീടുകളിലെ ചെറുപ്പക്കാര്, കുടുംബനാഥന്മാര് എവിടേക്കാണ് പോവുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവര് നല്ലോണം കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് നേരെ അങ്ങാടിയിലേക്ക് പോകും. അതായത് എല്ലാം ശരിയായി പോകുമ്പോൾ, എല്ലാം ശരിയായി പോകേണ്ട നമ്മുടെ വീടുകൾ തലകുത്തി നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. അവരുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയം, അവരുടെ കുട്ടികളുടെ സ്വഭാവശീലങ്ങൾ കരുപ്പിടിപ്പിടിച്ച് എടുക്കേണ്ട സമയം, വീട്ടിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഭാവി കാര്യങ്ങൾ ആലോചിച്ചിട്ട് ജീവിതത്തെ ശാന്തിയും സമാധാനവും ഉള്ളതാക്കി മാറ്റാൻ സ്വസ്ഥമായിട്ട് കിട്ടുന്ന സമയങ്ങൾ നമ്മുടെ കുടുംബനാഥന്മാർ പോവുക നേരെ അങ്ങാടികളിലേക്കാണ്. മറ്റുള്ള ഏത് കുടുംബനാഥന്മാരെടുത്ത് നോക്കുകയാണെങ്കിലും ആ സമയത്ത് അവർ വീടുകളിൽ ഉണ്ടാകും. എന്നിട്ട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കും. പലപ്പോഴും വീടുകളിൽ നിന്ന് ഹോംവർക്ക് ചെയ്തു വരാത്ത, സ്കൂളിൽ വന്നിട്ട് ഹോംവർക്ക് ചെയ്തു വരാത്ത കുട്ടികളെ എടുത്തു നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും ഒരു തരത്തിലും ശ്രദ്ധ കൊടുക്കാത്ത കുട്ടികളായിരിക്കും. അതേപോലെ തന്നെ ഒരിക്കലൊരു കുട്ടി നമ്മുടെ മുമ്പിൽ നിന്നിട്ട് വിതുമ്പുകയാണ്. എന്താ, ഒരു ദിവസം ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവരില്ല, ചെയ്യാനുള്ള ഒരു വർക്കും ഈ കുട്ടി പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി നിന്നിട്ട് വിതുമ്പുകയാണ്. ടീച്ചർ